അജാനൂർ അടോട്ട് JYC ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിച്ച എഴുത്തനുഭവം പരിപാടി വേറിട്ടതായി. മേഖലയിലെ 5ഓളം എഴുത്തുകാർ പുതുമയാർന്ന പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. JYC ഗ്രാമീണ ഗ്രന്ഥാലയമാൻ വായനശാലയും അടോട്ട് ജോളി യൂത്ത് സെന്ററും സംയുക്തമായാണ് എഴുത്തനുഭവം എന്ന പുതുമയാർന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രന്ഥാലയത്തിൽ വെച്ച് നടത്തിയ പരിപാടി അധ്യാപികയും അഭിനേത്രിയുമായ CP ശുഭ ഉദ്ഘാടനം ചെയ്തു. 1000 മനുഷ്യരിൽ ഒരു 10 പേരെങ്കിലും 100-ൽ ഒരാളെങ്കിലും മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ എഴുത്ത് തീർച്ചയായിട്ടും കാമ്പുള്ള എഴുത്താണ്. അതാണ് എഴുത്ത് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും എഴുത്തുകളിൽ നല്ലതും ചീത്തയും ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല എഴുത്തും മോശം എഴുത്തും ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്തിലേക്ക് പെട്ടെന്ന് മനുഷ്യർ കടന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഉണ്ടാവുന്ന ചില ചലനങ്ങളെ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത് തന്നെ. ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് KV സുരേന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരായ ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, വിനു വേലാശ്വരം, സുരേഷ് കൃഷ്ണ, മുകേഷ് വള്ളിക്കോത്ത്, TV കാരിച്ചിയമ്മ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവിടെ ആംബുലൻസിന്റെ അടുത്ത് മൈക്ക് നേരായി കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ കവിതയും അതുപോലെ തന്നെ പ്രസംഗവും ഒക്കെ കേട്ട് തരംതിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ടീച്ചറിപ്പോൾ മനസ്സിലൂടെ ചിരിക്കുന്നുണ്ടാവും. ജോലി ചെയ്തു 55 വയസ്സെത്തി കഴിയുമ്പോൾ 18 വയസ്സെത്തി കഴിയുമ്പോൾ സർവീസിൽ കയറി. ചെറുപ്പത്തിലെ ഒരു അരാജകത്വ അന്തരീക്ഷം പൊക്കുലറിനെ ശരിക്കും അച്ഛൻ്റെ കഥ അറിയായിരുന്നു. അറിയാം. കാരണം എന്റെ വലിയ ഉണ്ടാകുന്ന സമയത്തെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വായ്പാടത്ത് വരുന്നതാണ്. പൊതുപ്രവർത്തകരായ M പൊക്ലൻ, ചറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, VV കുഞ്ഞിക്കണ്ണൻ, TP രാജേഷ് എന്നിവരും സംസാരിച്ചു. KV ശ്രീനി സ്വാഗതവും AK പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.